ഇന്ന് രാത്രിയും കർത്താവിൻ്റെ വചനം അല്പസമയം പഠിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്ലോക്ക് സ്ലോ ആണ്. എൻ്റെ വാച്ചിൽ 8 മണിയാകാൻ ഒരു 5 മിനിറ്റൊക്കെ ബാക്കിയുള്ളൂ. 7:55 ഏകദേശമായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച അത് സ്ട്രൈക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് പ്രശ്നത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച കാര്യം വളരെ പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. ചാപ്റ്റർ 1 വേഴ്സസ് 12 through 16. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പ്രധാനമായും കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് മഹത്വവാനായ ക്രിസ്തു, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? തുടങ്ങിയത് ശരിയാ, ബാക്കി പറഞ്ഞാൽ സപ്തമഹിമ വിഭൂഷിതൻ. ഓക്കെ, റൈറ്റ്. സപ്തമഹിമ വിഭൂഷിതനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ 7 വിധത്തിലുള്ള മഹിമ ധരിച്ചിരിക്കുന്ന കർത്താവിനെ സംബന്ധിച്ചാണ് നമ്മളവിടെ പഠിച്ചത്. പ്രധാനമായിട്ടും നമ്മൾ കർത്താവിൻ്റെ 12 മുതൽ 16 വരെ യേശുവിനെ കുറിച്ച് പിക്ചർ ഓഫ് ദ റിസൺ ക്രൈസ്റ്റ് എന്ന നിലയിൽ ഹിസ് ഹെഡ് ആൻഡ് ഹെയർ വെർ വൈറ്റ് ആസ് സ്നോ, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ളത്. രണ്ടാമത് ഹിസ് ഐസ് വെർ ആസ് എ ഫ്ലെയിം ഓഫ് ഫയർ, അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത്. മൂന്നാമത് ഹിസ് ഫീറ്റ് വെർ ലൈക്ക് ബീറ്റൺ ബ്രാസ്, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. നാലാമത്തേത് ഹിസ് വോയിസ് വാസ് ആസ് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അഞ്ചാമത്തെ കാര്യം he has 7 stars in his right hand, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളുണ്ട്. ആറാമത്തെ കാര്യം there was coming forth from his mouth a sharp two-edged sword, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഏഴാമത്തെ കാര്യം his face was as the sun shining in its strength, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കും പോലെ ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിന്നാണ്. ചാപ്റ്റർ 1 വേഴ്സ് 17. ഓക്കെ, somebody read it please. അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിരവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. Okay, from chapter 1 verse 17 as we begin today, it says that when I saw him, I fell at his feet like a dead man. ഞാൻ അവനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. Now, what kind of picture that John has seen? John has seen the Christ with all his divine nature in the sense all the 7 qualities that we have seen there. So his face, his hands, his feet and his voice and all those picture of the risen Christ. And when he saw that kind of Christ and his glory, John, being a human being, a normal man, it became like a dead man
and fell at his feet. യേശുവിൻ്റെ മഹത്വവും തേജസ്സും അതിൻ്റെ പൂർണ്ണതയിലെ തികവില് യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാന് മരിച്ചവനെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീണു. കർത്താവിൻ്റെ കാൽക്കൽ. യോഹന്നാൻ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഇപ്പോൾ പത്മോസ് ദ്വീപിലായിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനായ യോഹന്നാന് തൻ്റെ ബുദ്ധിക്കും തൻ്റെ ചിന്താഗതിക്കും തൻ്റെ മാനുഷികമായ പരിമിതിക്കുമൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറമായ ഒരു റെവലേഷൻ, ഒരു വെളിപ്പാടാണ് ക്രിസ്തുവിലൂടെ താൻ കണ്ടത്, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കണ്ടത്. അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെയാണ് യോഹന്നാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണത്. ഇങ്ങനെ വീണപ്പോൾ എന്താ സംഭവിച്ചത്? ഉടനെ അവൻ എന്ത് ചെയ്തു? വലം കൈ എൻ്റെ മേൽ വെച്ച്. യോഹന്നാൻ പറയുകയാണ്, അവൻ തന്റെ വലം കൈ, he placed his right hand on me saying, do not be afraid, I am the first and the last. വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. And this is a statement from the risen Savior. When John fell at his feet like a dead person, immediately Jesus says, do not be afraid. Do not be afraid. Amen. And that is a kind of statement that Jesus always speaks to his people. Yes. Amen. Amen. He speaks it to you and I personally. He speaks it on a daily basis, and you can hear his voice, that kind of comforting, encouraging, strengthening statement in each and every day of your life, whenever you are in a fearful situation. Amen. നാം ഭയപ്പെടുന്ന ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കർത്താവിന് നമ്മോട് പറയാനുള്ള വാക്കാണ് എന്താ പറയുന്നത്? Do not be Do not be afraid. afraid. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അത് ജീവിതത്തിന്റെ എല്ലാ ദിവസവും അവന് നമ്മോട് പറയാനുള്ള ദൂതാണ്. ഭയപ്പെടത്തക്ക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മെ ആത്മീയ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ പിശാച് കൊണ്ടുവരുമ്പോൾ, അതിന്റെ നടുവിൽ നമ്മുടെ കർത്താവിന്, ജയാളിയായ കർത്താവിന് പറയാനുള്ളത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. കൂടെ ഉണ്ടെന്ന് പറയുന്ന എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവില്ല, ഉണ്ടാവും. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ട് എന്ന് വാക്ക് തരുന്നവർ കൂടെ ഉണ്ടാവും. ചില സാഹചര്യം അങ്ങനെ നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ സാധാരണ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഈ ഉഭയസമ്മത വാചകങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇന്നയാളാകുന്ന ഞാൻ, ഇന്നയാളാകുന്ന നിന്നെ എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് സ്തോത്രം. ഒടുവില് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ദേവദാസന്മാർ, till death do separate you. മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും എന്ത് ചെയ്യണം? സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, കൂടെ ജീവിക്കണം. ഇതെല്ലാം. അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യു നീഡ് ടു ബി വിത്ത് ഹിം, വിത്ത് ഹർ, till death do separate. മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത്. But let me ask you, well, you love your wife, you love your husband, you love your children, children love their parents, but you know, in all your situations, your father or your mother cannot be. In all your situations, your husband or wife cannot be with you. There are occasions that you are left alone and you alone have to face certain situations of your life.
ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നേരിടേണ്ട അനുഭവങ്ങളിൽ ഞാനും നിങ്ങളും എത്തിപ്പെടും. മറ്റാർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ, അവിടെയും കർത്താവിന് പറയാനുള്ളത് ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. ആമേൻ. അവിടെയും യേശു പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ആമേൻ. കർത്താവിനെ സേവിക്കുന്ന നിമിത്തം, ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന നിമിത്തം ജീവിതത്തിന് നേരെ വന്ന ചലഞ്ചസിൽ, ആ ചലഞ്ചസിന്റെ പേരില് ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ വിട്ടുകളയേണ്ടതായിട്ട് വന്ന നിരവധി ആളുകൾ, സ്തോത്രം, അവരോട് യേശുവിന് പറയാനുള്ളത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ഇതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. You know, the Bible scholars say that the word fear not is used in the Bible 365 times. വേദപുസ്തകത്തില് 365 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഏത് പദം? ഭയപ്പെടേണ്ട. Fear not. That means, what is the message? That means every day of your life, 365 days of an year, and every day the message comes to you from your master that you do not be afraid. Yes. എല്ലാ ദിവസവും ആ പ്രോമിസിനെ ക്ലെയിം ചെയ്യാൻ നമുക്ക് വാഗ്ദത്തമായിട്ട് എടുക്കാം. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. പ്രതിസന്ധി വരുമ്പോൾ, വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ കാര്യത്തില്, ജോലിയില് അസ്വസ്ഥതകള് ഒക്കെ വരുമ്പോൾ ആത്മീയൻ എപ്പോഴും പറയണം, എന്റെ യേശു എന്നോട് പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ വാഗ്ദത്തമാണ്, ഭയപ്പെടേണ്ട, അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ആമേൻ. So he said, fear not. ഭയപ്പെടേണ്ട എന്ന് മാത്രമല്ലല്ലോ അവിടെ പറഞ്ഞത്. വാട്ട് എൽസ്? ഞാൻ ആദ്യനാണ്, അന്ത്യനാണ്. I am the first and I am the last. I am the living one. And last week we have said the claims of Jesus, what he said, I am Alpha and Omega, which we have seen. That is the beginning and the end. So here again he says, I am the first and I am the last. He speaks to John. John, I am the first and I am the last in your life. In your life. Amen. Now you are left alone in this island of Patmos. There is nobody here. You are left alone. You are the only person here. And Domitian is not here, your church is not here, your relatives are not here, and your co-workers, your other disciples, even Jesus in his bodily appearance is not here. Nobody is here. Seems that you are left alone. But John, I am there in the beginning of your life, and I am there till the end of your life. യോഹന്നാനെ, കൂടെ നിൽക്കേണ്ട ആരും ഇപ്പോൾ നിന്നോട് കൂടെയില്ല, എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. കാരണം ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്. ജീവിത യാത്രയിൽ പ്രിയരെ, അവൻ നമ്മോടൊപ്പം ഉണ്ട്. നാം ക്രിസ്തീയ ജീവിതം തുടങ്ങിയപ്പോൾ യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അവസാനിക്കുമ്പോഴും അവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകതയാണ്, അവന് നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, സാക്ഷ്യം പറയുമ്പോൾ പറയും, പ്രസംഗിക്കുമ്പോൾ പറയും, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവേ, നീ വഴിയിലിട്ടിട്ട് പോകുന്നവൻ അല്ലല്ലോ എന്ന് പറയാറ്. You believe that? Yes. You truly believe that? Yes. അവൻ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും അവൻ കൂടെയുണ്ട്. അവൻ ആദ്യനാണ്, അവൻ അന്ത്യനുമാണ്. എപ്പോഴും കൂടെയുള്ള ഒരു നല്ല കർത്താവാണ് നാം സേവിക്കുന്നത്. ആമേൻ. അവിടെ ആ ഭാഗം അത്രയും നമുക്ക് മനസ്സിലാവും. പിന്നെ പറയുന്നു, ഞാൻ ജീവനുള്ളവനാണ്. I am alive. The Roman government has crucified in Jewish people all together in agreement. They crucified our Jesus, and for them he died on the cross, and they took his body, they buried it,
and they put an imperial seal of the Roman government upon his tomb, and they thought that he would never come out. Satan thought he is finished. The Roman government thought Jesus is finished. And above all, the Jewish people, his own people, they thought he is no more. Amen. He is finished. But what happened? What happened? He rose up. On the third day, he Rose again. rose up from the dead. Amen. He rose up from the. That is why he cried. And he says to John, John, they would think that I am dead, but I want to tell you in this island, when you are alone, I want to tell you that I am alive. Amen. Hallelujah. ഞാൻ മരിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു. അതിനെല്ലാവരും സാക്ഷ്യപത്രവും നൽകുമ്പോൾ ഇവിടെ ഈ ഐലൻഡിലെ ഈ ദ്വീപില് ഒറ്റയ്ക്കായിരിക്കുന്ന നിന്നോട് യോഹന്നാനെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ The living one. എന്നേക്കും ജീവിക്കുന്നവനാണ്. Amen. എന്നേക്കും ജീവിക്കുന്നവനാണ്. He is alive for me. Amen. Amen. Hallelujah. Thank you, So Lord. Jesus is alive. So he says that I am alive. I am alive. All right. Now we go to the next verse, verse 18. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതിന്റെ അടുത്ത ഭാഗം മരണത്തിന്റെയും. Okay, so the death and hell has its key. That's what it says here. I am the living. I have the keys of death and of Hades. So Jesus claims that he has the keys of death and Hades. So it means that death and Hades have its key. You believe that? Is there key like that for death and hell? You read ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് 9-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. Psalm number 9 verse 13. 9-ന്റെ 13-ാമത്തെ വാക്യം. എന്ന വാതില? മരണവാതിലുകൾ. മരണത്തിന് വാതിലുണ്ടെങ്കിൽ ന്യായമായിട്ട് എന്തുകൊണ്ട് താക്കോലുണ്ട്. വാതിലുള്ളതല്ലേ താക്കോലുള്ളത്. അപ്പം മരണവാതിലുകൾ അവിടെ പറയുന്നു. ഓക്കെ, ഇനിയും 107-ാം സംഖ്യ Psalm number 107 verse 18. 107-ന്റെ 18-ാമത്തെ വാക്യം വായിച്ച്. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. മരണവാതിലുകളോട് അവർ സമീപിച്ചിരുന്നു. Isaiah 38 verse 10. യെശയ്യാ 38-ന്റെ 10. ഏത് വാതില? പാതാളവാതിൽ. പാതാളവാതിൽ. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചിട്ടെല്ലാം മരണത്തിന്റെ വാതിൽ, ഇവിടെ പാതാളത്തിന്റെ വാതില്. അതിനെ കുറിച്ച് പറയുന്നു. ഇനി കം ടു ഹീബ്രൂസ്, എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ചു. എബ്രായ 2-ന്റെ 14-15 വാക്യം. അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീങ്ങി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഓക്കെ, എന്തോ പിശാച? വാട്ട് കൈൻഡ് ഓഫ് Satan? മരണത്തിന്റെ Satan who has the power over death. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ. Because God's children are human beings made of flesh and blood, the Son also became flesh and blood. Okay. For only as a human being could he die, and only by dying could he break the power of the devil, who had the power of death. Who had the power of Death. death. So the devil had the power of death. മരണത്തിന്റെ അധികാരി ആരാണ്? ആരാണ്? പിശാച്. മരണത്തിന്റെ അധികാരിയായ പിശാച് ഈ മരണത്തിന്റെ താക്കോൽ ഇങ്ങനെ കൈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഇതെന്നാ കൈമാറ്റം ചെയ്ത?
പിശാചിന് എന്ത് കൈമാറ്റം ചെയ്ത? എവിടെ കൈമാറ്റം ചെയ്തു? ഏദൻ പറുദീസയിൽ. ആദം പാപം ചെയ്തപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷം പിശാചി മരണത്തിന്റെ താക്കോലും പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? തന്റെ മരണത്താൽ, ത്രൂ ഹിസ് ഡെത്ത്, തന്റെ മരണത്താൽ എന്ത് ചെയ്തു? ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ എന്ത് ചെയ്തു? വിടുവിച്ചു. So through the death of Jesus Christ and through the resurrection of Jesus, if Jesus died as a human being and then he is no more and he could not have raised or risen, then there was nothing for us to boast. He was just like a human being, like you and I, or like our fathers, or like our relatives who died. He would be somebody like that. But here it says very clearly that he had an authority. Through his death, തന്റെ മരണത്താൽ അവൻ എന്ത് ചെയ്തു? മരണത്തിന്റെ അധികാരിയായ പിശാചിൽ നിന്ന് എന്ത് ചെയ്തു? ആ അധികാരത്തെ പിടിച്ചു. അതാ ഇവിടെ ഉപയോഗിച്ചിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഐ ഹാവ് ദ കീസ് ഓഫ് ഡെത്ത് ആൻഡ് ഹേഡിസ്. എനിക്ക് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? എന്റെ കയ്യിലാണെന്ന് യേശു പറയുന്നു. യേശുവിന്റെ മരണത്താലും ഉയർപ്പിനാലും, ആമേൻ, ഉയർപ്പിനാലും. വെറുതെ കർത്താവ് മരിച്ച് നമ്മളെ, അല്ലെങ്കിൽ ആ സാധാരണ ഒരാൾ മരിക്കുന്ന പോലെ മരിച്ച് തീർന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. എന്നാൽ യേശു മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉയർത്തെഴുന്നേറ്റതിനാൽ മരണത്തിന്മേൽ അവന് അധികാരിയായി മാറി. ആമേൻ. അതുകൊണ്ടാ നമ്മൾ ലേഖനത്തിൽ വായിക്കുന്ന മരിച്ചവരിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേറ്റു? ആദ്യ ജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റു. He is the firstborn from the dead. മരിച്ചവരിൽ ആദ്യ ജാതനായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിനാലാണ് അവൻ അധികാരം പ്രാപിച്ചത്. അതുകൊണ്ട് മരണത്തിനും പാതാളത്തിനും താക്കോല് ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. ആ വാതിലിനെ കുറിച്ച് നമ്മൾ വായിച്ചു. യേശു ചെയ്തത്, ഇനി അതിനെക്കുറിച്ച് വിവരിപ്പാൻ സമയം ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞു വിടാം. അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകും എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ജീസസ് ക്രൈസ്റ്റ്, അതിനെ വിവരിക്കണമെങ്കിൽ ഒത്തിരി പ്രവചന വാക്യങ്ങളിലും എല്ലാം പോയി അവിടെ നിന്ന് ഇവിടെയെല്ലാം പെറുക്കിയെടുത്ത് വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ടോപ്പിക്ക് വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാനത് വിവരിപ്പാൻ സമയം എടുക്കാത്തത്. യേശു മരിച്ചിട്ട് നമ്മൾ പ്രവചന വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. യേശു മരിച്ചിട്ട്, മരിച്ച യേശുവിന്റെ ആത്മാവ്, മരിച്ച യേശു നേരെ പോയത് പാതാളത്തിലേക്കാണ്. എവിടേക്കാണ് പോയത്? ഹേഡിസ്, പാതാളത്തിലേക്കാണ് പോയത്. അവിടെ യേശു ചെന്നു. ഇനി പാതാളത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറഞ്ഞ വർഷം 3 തട്ടായിട്ട് അതിനെ പഠിക്കണം. അത് വേറെ പഠിത്തമാണ്. അത് അങ്ങോട്ട് പോയാൽ ഒക്കത്തില്ല. 3 തട്ടായിട്ടാണ് അതിനെ പഠിക്കുമ്പോൾ ടാർട്ടറസ്, ഹെയ്ഡിസ്, ഷിയോള് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നിലയിലാണ് അതിനെക്കുറിച്ച്. ഈ പഴയ നിയമ ഭക്തന്മാർ, പെട്ടെന്ന് പറയാം, ശ്രദ്ധിക്കണം. മലയാളത്തിൽ എനിക്കത് പറഞ്ഞാൽ കുറച്ചും കൂടെ വഴങ്ങുന്നത്. ഇന്ന് മലയാളം അറിയുന്നവരാണല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. പഴയ നിയമ ഭക്തന്മാര് മരിക്കുന്നവരെല്ലാവരും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ക്രൂശ് മരണം വരെ മരിക്കുന്ന സകല പഴയ നിയമ ഭക്തന്മാരുടെ ആത്മാക്കളും പൊയ്ക്കൊണ്ടിരുന്നത് പാതാളം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമാണ്. പാതാളം എന്ന് പറഞ്ഞാൽ നരകം എന്നല്ല അർത്ഥം. ഷിയോൾ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പദം. അതൊരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്, ഒരു റെസ്റ്റിംഗ് പ്ലേസ്. എന്നാൽ അവർക്ക് അവിടെ ആ റെസ്റ്റിംഗ് പ്ലേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റാത്ത വിധത്തില് ഒരു തടവിൽ എന്നതുപോലെ സൂക്ഷിക്കപ്പെടുകയായിരുന്നു പഴയ നിയമഭക്തന്മാരുടെ ആത്മാക്കൾ. ഓക്കെ, എന്നുവരെ മരിച്ചവര്, യേശുവിന്റെ ക്രൂശീകരണം വരെ മരിച്ച സകല പഴയ നിയമ ഭക്തന്മാരുടെ ആത്മാക്കളും ഇങ്ങനെ ഷിയോളില് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവരുടെ മേല് ഒരു കണക്കിന് പറഞ്ഞാൽ പിശാച് ഒരു അധികാരം എന്ന് പറഞ്ഞാൽ അവരെ അവിടെ സ്വന്തമാക്കുകയില്ല എന്ന നിലയിലായിരുന്നു പിശാചിന്റെ വാദകൻ.
അവിടേക്കാണ് യേശു മരണാനന്തരം കടന്നു ചെന്ന് അവിടെ ചെന്നപ്പോൾ യേശു ഒരു ഡിക്ലറേഷൻ നടത്തി. ആ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് I have won victory over death and hell. ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു എന്റെ മരണത്താലും ഉയർപ്പിനാലും. ആ ഡിക്ലറേഷനിലൂടെ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഈ ഗ്രൂപ്പിനെ കർത്താവ് എന്ത് ചെയ്തു? അവിടെ നിന്ന് സ്വതന്ത്രമാക്കി. ഇനി കേൾക്കണം, സ്വതന്ത്രമാക്കിയിട്ട് യേശു അവിടെ നിന്ന് നേരെ വെളിയിൽ വരികയാണ്. വെളിയിൽ വന്ന് തന്റെ കല്ലറയ്ക്കല് വന്ന് മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു. അറിയാമല്ലോ, യോഹന്നാൻ 21 മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയ ഗുരു റബൂനി എന്നൊക്കെ വിളിച്ച് മനസ്സിലായി, യേശുവിനെ മനസ്സിലാക്കി നോക്കുമ്പോൾ മറിയ നോക്കുമ്പോൾ ആരെ മാത്രമേ കണ്ടുള്ളൂ? യേശുവിന്. കാരണം മറിയയ്ക്ക് അങ്ങനെ കാണാൻ പറ്റൂ. എന്നാൽ യേശുവിന്റെ പിറകിലായിട്ട് ഒരു വലിയ സമൂഹമുണ്ട്. ആരാ? പഴയ നിയമ ഭക്തന്മാരുടെ ആത്മാക്കൾ. അവരെ ഇവിടെ നിന്ന് വിടുവിച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് മറിയ യേശുവിനെ തൊടാൻ ചെന്നപ്പോൾ യേശു പറഞ്ഞത് എന്നെ എന്ത് ചെയ്തത്? കാരണം ഇതൊരു പുനരുത്ഥാനം ചെയ്യപ്പെട്ട ശരീരമാണ്. ആ ശരീരത്തെ തൊട്ടാൽ മറിയയ്ക്ക് ഒരു മനുഷ്യ നിലയിൽ തൊടാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ തുടരുതെന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ആത്മാക്കൾ മറിയയ്ക്ക് പ്രത്യക്ഷം നൽകിയിട്ട് ഈ പഴയ നിയമ ഭക്തരുടെ ആത്മാക്കളുമായിട്ട് സ്വർഗസ്ഥലങ്ങളിലേക്ക് യേശു കടന്നു ചെന്നു. ഇവരെ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് പിതാവിന്റെ സന്നിധിയിൽ അവരെ ആക്കി. അതിനെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തില് പറയുന്നത്. അവൻ അധമ പാതാളത്തിലേക്ക് കടന്ന് ചെന്നു. അവിടെ നിന്ന് അവൻ അവരെ സ്വതന്ത്രരാക്കി വിടുവിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഇത് ഇത്രയും പറഞ്ഞ നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അപ്പൊ യേശു ഈ പഴയ ഭക്തന്മാരുടെ ആത്മാക്കൾ ഒരു ബന്ധനത്തിൽ എന്ന പോലെയാണ് കഴിഞ്ഞത്. ഇനി ഒരു തെളിവും കൂടെ പറയാം. ലാസറിന്റെയും ധനവാന്റെയും ഉപമ ഇല്ലസ്ട്രേഷൻ യേശു പറയുമ്പോൾ അതിനകത്ത് ലാസർ മരിച്ചു, ധനവാനും മരിച്ചു കഴിഞ്ഞ് ധനവാൻ എവിടെയാ പോയത്? ഏത് സ്ഥലമാ? യാതനാസ്ഥലം. നരകം എന്ന് പറയണ്ട, യാതനാസ്ഥലമാണ്. അവിടെ പ്രത്യേകം യാതനാസ്ഥലം. എന്നാൽ ലാസർ പോയതോ? അപ്പൊ ഈ ഷിയോൾ എന്ന ഈ സ്ഥലം, ആ സ്ഥലം അറിയപ്പെട്ടിരുന്ന പേരാണ് ഏബ്രഹാംസ് ബോസം, അബ്രഹാമിന്റെ മടി എന്ന നിലയിൽ ആ പഴയ നിയമ ഭക്തന്മാർ അതിനെ മനസ്സിലാക്കിയിരുന്നത്. അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാല് അബ്രഹാം പിതാവ് ഇങ്ങനെ ഒരു വലിയൊരു കസേരയിൽ ഇരുന്നിട്ട് ആദാം മുതൽ എല്ലാവരും ഇങ്ങനെ അബ്രഹാമിന്റെ മടിയിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ല അർത്ഥം. അങ്ങനെ അതല്ല അബ്രഹാമിന്റെ മടി. ഓക്കെ, അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാല് ഷിയോൾ എന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ആണ് അബ്രഹാം ഇരിക്കുന്നത്. ലാസറിന്റെ ആത്മാവ് അവിടെയാണ് കടന്നു ചെന്നത്. ധനവാൻ താഴെ നിന്ന് മുകളിലോട്ട് നോക്കി. അപ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു, യാതന സ്ഥലം എവിടെയാണ്? താഴെ. ലാസർ എങ്ങോട്ടാ നോക്കിയേ? ധനവാൻ എങ്ങോട്ടാ നോക്കിയേ? മേളിലോട്ടാ നോക്കി. അപ്പൊ മേളിലിരുന്ന് ആരെ കണ്ടത്? അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്തിരിക്കുന്ന ലാസറിനെ. അപ്പൊ അത്രയും നമുക്ക് അറിയാം. അപ്പൊ അവിടെ നോക്കിയിട്ട് പറയുകയാണ്, അബ്രഹാം പിതാവ് ദയവായിട്ട് ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണം. വിരലിന്റെ അറ്റം, ഒത്തിരി ഒന്നും വേണ്ട, ഒരു കുപ്പി ബിസ്ലറി വാട്ടർ ഒന്നും എനിക്ക് വേണ്ട, വിരലിന്റെ അറ്റം ഒന്ന് വെള്ളത്തിൽ മുക്കി കൊണ്ടുവന്ന് എന്റെ നാവിനെ ഒന്ന് തൊടുവിച്ചാൽ മതി, ഇങ്ങോട്ടൊന്ന് വിടണമെന്ന് പറഞ്ഞു. പറഞ്ഞു അബ്രഹാം അതിന് പറയുന്ന മറുപടി കുറെ കൂടെ വ്യക്തമാകുന്നു. എന്താ പറയുന്നത്? മകനെ, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യത്തിൽ there is a gap, quite a big gap. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യത്തിൽ വലിയൊരു പിളർപ്പുണ്ട്. ഇത് കടന്ന് അങ്ങോട്ട് വരാനും അത് കടന്ന് ഇങ്ങോട്ട് വരാനും സാധ്യത. ഇപ്പൊ പഴയ നിയമ ഭക്തന്മാരുടെ ആത്മാക്കൾ, മരിച്ചുപോയ ആത്മാക്കൾ അബ്രഹാമിന്റെ മടി എന്ന നിലയില് പഴയ നിയമം ഹിബ്രു ടീച്ചിങ് പഠിപ്പിക്കുന്ന ആ സ്ഥലത്താണ് അവർ കഴിഞ്ഞിരുന്നത്. യേശു മരിച്ചു കഴിഞ്ഞ് യേശു അവിടേക്ക് ആത്മാവിൽ ചെന്ന് അവിടെ നിന്ന് അവരെ ഒരു ബന്ധനസ്ഥാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അവരെ അവിടെ നിന്ന് സ്വതന്ത്രരാക്കി അവരെയുമായിട്ട് കർത്താവ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത്.
അവിടെ ചെന്ന് അവരെ കാഴ്ച വെച്ചിട്ടാണ് യേശു തിരികെ ഭൂമിയിൽ വന്ന് 40 നാളോളം പലർക്കായിട്ട് പ്രത്യക്ഷത നൽകുന്നത്. നേരത്തെ മറിയയുടെ അടുത്ത് നിന്നപ്പോൾ മറിയോട് എന്നെ തൊടരുത് എന്ന് പറഞ്ഞ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ തിരിച്ചു വന്നപ്പോൾ ബ്രെഡൊക്കെ മുറിച്ച് കൊടുത്തു, അവരുടെ ഇത് വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് തോമസിനോട് പറയുന്നു, തോമസ് നിനക്ക് വിശ്വാസമൊന്നും ഇല്ലല്ലോ, നിന്റെ കൈവിരൽ ഇങ്ങോട്ട് നീട്ടിട്ട് എൻ്റെ വിരലിനകത്ത് എൻ്റെ ഈ ആണിപ്പതിനകത്ത് ഇട് എന്നൊക്കെ പറഞ്ഞ് തന്നെ തൊടാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുപോയി പിതാവിൻ്റെ അടുത്ത് കാഴ്ചവെച്ച് തിരിച്ചു ഭൂമിയിൽ വന്നിട്ടാണ് 40 നാളോളം ഭൂമിയിൽ കർത്താവ് പാർത്ത് വിവിധ നിലകളിലുള്ള പ്രത്യക്ഷതകള് ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും നൽകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ മനസ്സിലായ അത്രയും കാര്യങ്ങൾ മനസ്സിൽ ഗ്രഹിക്കുക. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ നിന്ന് അപ്പൊ കർത്താവിന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് തന്റെ കൈവശമുണ്ടെന്ന് താൻ ക്ലെയിം ചെയ്യും. ഓക്കെ, ഇനി വേഴ്സ് 19 19ാമത്തെ വാക്യം. ഓക്കെ, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ തുടക്കത്തില് പഠിച്ച കാര്യമാണ്. ഓക്കെ, വെളിപ്പാട് പുസ്തകത്തിന്റെ 3 പ്രധാന ഡിവിഷൻസ്, വിഭജനങ്ങൾ എന്തൊക്കെയാണ്? സംഭവിച്ചത് പോരാ 3 പ്രധാന വിഭജനങ്ങൾ. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനുള്ളത്. Okay, that which you have seen, the things which are present and the things which are to happen. ഇതാണ് 3 പ്രധാന വിഭജനങ്ങൾ. നമ്മൾ 1-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അത് മനസ്സിലാക്കിയതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്തോ പറയുന്നത്? നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. ഓക്കെ, ഇനിയും നീ കണ്ടത് എന്ന് പറയുമ്പോൾ എന്താ കണ്ടത്? കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യമാണ്. എന്താ കണ്ടത്? ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്, മഹത്വവാനായ ക്രിസ്തുവിന്റെ ദർശനം നീ കണ്ടത്. ഇപ്പോഴുള്ളത് എന്ന് പറയുന്നതാണ് ചാപ്റ്റേഴ്സ് 2 and 3. നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ചാപ്റ്റേഴ്സ് 2 and 3, 2-3 അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ. ദ തിങ്സ് ദാറ്റ് ആർ പ്രസന്റ്, ഇപ്പോഴുള്ളതാണ് ചാപ്റ്റേഴ്സ് 2 and 3. എന്താ ചാപ്റ്റേഴ്സ് 2 and 3? All that is about the 7 churches, the 7 churches. Okay, what are the 7 churches? Come on. Ephesus. Boy, say it in order, man. Ephesus, Smyrna, Pergamum, Thyatira, Sardis, Philadelphia. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. ഓക്കെ, എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഈ 7 സഭകളും ആ സഭകളുടെ ആത്മീയ സ്ഥിതിയും അവരെ കുറിച്ചുള്ള വിവരണങ്ങളും അവർക്ക് എന്ത് മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും, ആ മാറ്റങ്ങൾ വന്നാൽ, ജയിക്കുന്നവരായി മാറിയാൽ അവർക്ക് എന്ത് പ്രതിഫലം കൊടുക്കും എന്നുള്ള കാര്യമാണ് 2-3 അധ്യായങ്ങൾ. അതാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, ഇപ്പോഴുള്ളത് എന്ന ലിസ്റ്റില് ഈ 2-3 അധ്യായങ്ങളാണ് വരുന്നത്. പിന്നെന്താ പറയുന്നത്? ഇനി സംഭവിക്കാനിരിക്കുന്നത്, that which the things which will take place after these things. ഇതിനു ശേഷം ഇനി സംഭവിക്കാനുള്ള കാര്യം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 22-ാം അധ്യായം ഒടുവിലത്തെ വാക്യം വരെ ഇനി സംഭവിക്കാനുള്ള കാര്യം. മനസ്സിലായല്ലോ? 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 22-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെ എന്താണ് സംഭവം? ഇനി സംഭവിക്കാനുള്ള കാര്യം. ഒന്നുകൂടെ പറഞ്ഞ്, നീ കണ്ടത് എന്താ? നീ കണ്ടത് the glorified Jesus, the glorified Christ, മഹത്വവാനായ ക്രിസ്തുവിനെ. ഓക്കെ, ഇപ്പോഴുള്ളത്, what is the things that are present now? the 7 churches, the 7 churches and their details. Okay, ഇനി സംഭവിക്കാൻ, what are the things that will take place from chapter 4 to
ചാപ്റ്റർ 22. അപ്പം വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ 3ആയിട്ട് വിഭജിക്കുമ്പോൾ അതിന്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? Future. Right. That which is to take place. ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ മേജർ പോർഷൻ. 4 മുതൽ 22 വരെ ഉള്ള അധ്യായങ്ങൾ ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഓക്കെ, ലാസ്റ്റ് വേർഡ്സ്. ഓക്കെ, okay. As for the mystery of the 7 stars which you saw in my right hand, and the 7 golden lampstands, the 7 stars are the angels of the 7 churches, and the 7 lampstands are the 7 churches. ഈ ഭാഗം നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒത്തിരി വിവരണത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്, എങ്കിലും നമുക്കതൊന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: നക്ഷത്രത്തിൻ്റെ മർമ്മം, അതിൻ്റെ പൊൻനിലവിളക്കിൻ്റെ വിവരം എഴുതുക. ഓക്കെ, ഇനി അതിൻ്റെ വെരി ക്ലിയർ എന്താണ്? 7 നക്ഷത്രം ദൂതന്മാരാണ്, 7 നിലവിളക്ക് 7 സഭകൾ. The 7 angels are the 7 stars are the 7 angels, and the 7 golden lampstands are the 7 churches. Okay. ദൂതന്മാർ, സഭയുടെ ദൂതന്മാരാണ് ഈ 7 നക്ഷത്രങ്ങളെന്ന് അവിടെ പ്രസ്താവിക്കുന്നു. സഭയുടെ അധ്യക്ഷന്മാർ ദൂതന്മാരെന്ന് തിരുവചനത്തില് സംബോധന ചെയ്തിട്ടുണ്ട്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം എന്ന് വായിച്ച്. മലക്കായി ചാപ്റ്റർ 2 verse 7. മലക്കായി is the last book of the Old Testament. മലാക്കി 2-ന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മലാക്കി കിട്ടിയില്ല. ആരാ? സൈന്യം എന്തോ പുരോഹിതൻ. ഓക്കെ, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ. സോ എ പ്രീസ്റ്റ്, എ മിനിസ്റ്റർ, ഒരു പുരോഹിതൻ ആരാണ്? സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. ദി ഏഞ്ചൽ, മെസഞ്ചർ എന്ന് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ റൂട്ട് വേർഡ് ഒന്ന് തന്നെയാണ്. ഏഞ്ചലോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അതിനകത്തെല്ലാം ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സഭയുടെ അധ്യക്ഷന്മാരെ ദൂതന്മാരെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ഇനി വാക്യം പിന്നെയുണ്ട്. 2 Corinthians chapter 8 verse 23. 2 Corinthians 8-ന്റെ 23-ാമത്തെ വാക്യം. എനിക്ക് കൂട്ടാളി, നമ്മുടെ സഹോദരന്മാർ. കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞേച്ച് നമ്മുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ കൂട്ടുവേലക്കാരായ നമ്മുടെ സഹോദരന്മാർ, സഭകളുടെ ദൂതന്മാരും. ഓക്കെ, അപ്പം ദൈവദാസന്മാരായി ദൈവസഭയുടെ ശുശ്രൂഷകരായി ദൈവം ആക്കി വെച്ചിരിക്കുന്നവരെ ആരുകൂടെയാണെന്ന് പറയുന്നത്? ദൂതന്മാരായിട്ട്, അവരെ മെസ്സഞ്ചേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്, ദൂതന്മാർ. ഓക്കെ, 1 more verse again. Philippians chapter 2 verse 25. ഫിലിപ്പിയർ 2-ന്റെ 25-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൂതനും. അപ്പൊ നോക്കി, അവിടെ നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം വരുത്തിയിട്ടുണ്ട്. ഒടുവിൽ പറഞ്ഞു നിങ്ങളുടെ ദൂതനും ആയ എപ്പഫ്രോഡിറ്റസ്. അദ്ദേഹത്തെ കുറിച്ച് പൗലോസിന് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ശുശ്രൂഷകനാണ്, സഹപഠനാണ്,
എന്നാൽ നിങ്ങളുടെ ദൂതനാണ്, നിങ്ങളുടെ സഭയുടെ ദൂതനാണ്. So the 7 stars in the hands of Jesus, in the right hand of Jesus, it represents The 7 angels. the 7 angels, which means 7 the 7 ministers of the church. Okay, സഭകളുടെ ദൂതന്മാരായി ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവസഭയുടെ അധ്യക്ഷന്മാരെ, ഈ എഫെസോസ്, സ്മിർന തുടങ്ങി ഉള്ള 7 സഭകളിലെ അധ്യക്ഷന്മാരെ സംബോധന ചെയ്തുകൊണ്ടാണ് ദൂത് എഴുതുന്നത്. ഇനി അതൊരു ഏഞ്ചലിനാണെങ്കിൽ, ഒരു സ്വർഗീയ ദൂതന് വേണ്ടിയാണെങ്കിൽ, സ്വർഗീയ ദൂതന് ഒരു മെസ്സേജ് യോഹന്നാനെ കൊണ്ട് എഴുതിക്കേണ്ട കാര്യമില്ല. സ്വർഗീയ ദൂതന്മാർക്ക് ആർക്കും എങ്ങും മെസ്സേജ് ദൈവം എഴുതി കൊടുത്തതായിട്ട്, സ്വർഗീയ ദൂതന്മാരൊക്കെ ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളാണ്. നമ്മൾ 103 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്ക്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടവന്റെ ആജ്ഞ അനുസരിക്കുന്ന അവന്റെ വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ. സ്വർഗീയ ദൂതന്മാർ ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളാണ്, ദൈവത്തിന്റെ കമാൻഡ്സ് ഏറ്റെടുത്ത് പോയി ചെയ്യുന്നവരാണ്. അവരെ സംബോധന ചെയ്തല്ല ലേഖനം ദൂത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഓരോ സഭകൾക്കും എഫെസോസിലെ ടു ദ ഏഞ്ചൽ ഓഫ് ദ ചർച്ച് അറ്റ് എഫെസസ്, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞാൽ എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന വ്യക്തിക്ക് എഴുതുക എന്നാണ്. Now there is another word, messenger, is connected with this. Messenger, what is the meaning of messenger? Messenger means very simple, one who conveys or passes the message. Okay, I have a message to my secretary of the church. So he is far away from here and I am not well, I cannot go there, such a situation. So this is an immediate message. As a pastor of the church, I have to pass the message to Josman and the secretary. So I do not have time, I have no health, probably I am in some trouble. So since this is an immediate urgent message, I call Brother Blessed and ask him, brother, are you free? What, pastor? Well, I want your help. What do you want me to do? I want you to pass this message to Josman. So Blessed takes the message from me, he goes there at Lokman Nagar and passes the message to Josman. So what is the role of Blessed? He is the messenger. Okay, and this is what happens when we are called the messengers of Christ. God Almighty, Jesus Christ, cannot come into the world in this situation right away. God cannot come here and God cannot evangelize, or God cannot say gospel to everybody here on the street, or on the slums here, on the Charles here, in all the places. So therefore God has made us, each and every one of us, as his messengers. Amen. We have to take the message. And what is the greatest message? What is the greatest message that has ever proclaimed in the world? Jesus saves. Amen. 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 That's good. All that you said is good. Right. The greatest message to the world is Jesus Christ saves you. യേശുവിനെ രക്ഷിക്കും. അത് നമുക്ക് നമ്മുടെ വാക്യമായിട്ട് വേണം പറയാം. ജീസസ് സേവ്സ് എന്നുള്ളത് നമ്മുടെ വാക്കിൽ പറയുന്നുള്ളൂ, നമുക്ക് വാക്യമായിട്ട്. The Bible gives the best message, and the best message is John chapter 3:16. That is the best message in the whole world. ലോകത്തെ ഏറ്റവും നല്ല ദൂതം എന്ന് പറയുന്നതാണ് യോഹന്നാൻ 3:16. Tell me. For God so loved the world For God so loved the world that he sent his gave his only begotten Son, that whosoever believes in him shall not perish but have everlasting life. തന്റെ ഏകജാതനായ क्योंकि परमेश्वर ने जगत से ऐसे प्रेम रखा कि उसने क्यों असर मुझे मालूम है
उसने अपने एकलौता पुत्र देख दिया ताकि जो कोई उस पर विश्वास करे वह नाश न हो परंतु आनंद जीवन पाए. Amen. That is the greatest message that God wanted to pass. So we need to become messengers of the gospel. Amen. Okay, so the messengers here or the angels told here are the ministers who passes the message. Here the ministers of the churches. Okay, 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 7 lampstands are 7 churches. 7 നിലവിളക്ക്. ഓക്കെ ഓക്കെ. ഈ 1:20 ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലാമ്പ് എന്നല്ല അവിടെ പറയുന്നത്. എന്താണ് Lampstands. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ലാംപ്സ്റ്റാൻഡ്സ് എന്നാണ്. നിലവിളക്ക് എന്നാണ്. നിലവിളക്ക് നല്ല വിളക്ക് തണ്ടെന്നാണ്. വിളക്ക് തണ്ട്. ഓക്കെ, വിളക്ക്. അപ്പൊ സഭകൾ എന്ന് പറഞ്ഞാൽ സഭ വിളക്കല്ല. സഭ ആരാണ്? വിളക്ക് തണ്ടാണ്. You and I, the church is not the lamp. The church is the lampstand, and the lamp is Jesus Christ. Amen. വിളക്ക് തണ്ടാണ് സഭ. ആ തണ്ടിന്മേൽ പ്രകാശിക്കേണ്ട വിളക്ക് യേശുവാണ്. യേശുവാകുന്ന വിളക്കിനെ വഹിക്കുന്ന വിളക്ക് തണ്ടുകളാണ് ഞാനും നിങ്ങൾ. We are the lampstands that carry the great lamp, the great light of the world, Jesus Christ. അത് നമ്മുടെ ഒരു പ്രിവിലേജാണ്, നമ്മുടെ ഒരു പദവിയാണ്. അതുകൊണ്ട് യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തില് സർമൺ ഓൺ ദ മൗണ്ടില് പഠിപ്പിക്കുന്നത് you cannot lit a light and keep it under a bush. വിളക്ക് കത്തിച്ചിട്ട് എവിടെ വെക്കരുത്? പറയുടെ കീഴിലൊന്നും കൊണ്ട് വെക്കരുത്. കട്ടിന്റെ കീഴിലും മേശയുടെ കീഴിലും പറയുടെ കീഴിലൊന്നും വെക്കരുത്. വിളക്ക് കത്തിച്ചിട്ട് എവിടെ വെക്കണം? തണ്ടിന്മേൽ. lampstand. Praise the Lord. Okay, എല്ലാവരും എന്ന് പറഞ്ഞു I am the lampstand of Jesus എന്ന് പറഞ്ഞേ. I am the lampstand of Jesus. ഞാൻ യേശുവിന്റെ ഒരു വിളക്ക് തണ്ടാണ്. യേശു എന്നിലാണ് പ്രകാശിക്കേണ്ടത്. ലോകം യേശുവിനെ കാണേണ്ടത് ഈ വിളക്ക് തണ്ടിലൂടെയാണ്. ലോകം യേശുവിനെ കാണേണ്ടത് കഞ്ചൂർ IPC എന്ന വിളക്ക് തണ്ടിലൂടെയാണ്. പവായിലുള്ള ദൈവവൈദ്യരിലൂടെയാണ്. ഈ ലോകമെമ്പാടും മുംബൈയിൽ എല്ലായിടമുള്ള ദൈവ മക്കളാകുന്ന വിളക്ക് തണ്ടിലൂടെയാ എന്ന് യേശുവിനെ ലോകം കാണേണ്ടത്. നാം വിളക്ക് തണ്ടുകളാണ്. അതിന്മേൽ കത്തേണ്ട പ്രകാശം യേശു. 2 സ്റ്റേറ്റ്മെന്റ് യേശു പറഞ്ഞിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെന്റ്. അതെ, 2 സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 12. യോഹന്നാൻ 8:12 എന്ന് വായിച്ചേ. ജോൺ 8:12. I am the light of Jesus. Talked to them, told them, I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഫിനിഷ് ചെയ്ത്. Okay. I am the light of the world. Jesus told. There are 7 claims of Jesus in the book of John. അല്ലേ? 7 claims. യേശുവിന്റെ അവകാശവാദങ്ങൾ 7 എണ്ണം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുണ്ട്. ഓർക്കുന്നതെന്ന് പറഞ്ഞു ഇനി ഓർഡർ അനുസരിച്ച് പറഞ്ഞില്ലേ? ഒന്ന് I am the light of the world. Number 1. I am the way. 2 I am the way, the truth and the life. അത് 3 കൂടെ ചേർത്ത് ഒന്നാണ്. ഓക്കെ, ഞാൻ വഴി സത്യവും ജീവനുമാകുന്നു. 3 I am the bread of I am the good shepherd. ഞാൻ നല്ല ഇടയനാകുന്നു. I am the bread of life. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. I am the true wine. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. 5 I am the door. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. 1 more. ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞു. ഒന്നും കൂടെ ഉണ്ടല്ലോ. അത് നമ്മൾ പറഞ്ഞില്ലേ? I am the resurrection and the life. Okay, I am the resurrection and the life. ഞാൻ തന്നെ പുനരുത്ഥാനവും. 7 അവകാശവാദങ്ങൾ, 7 claims
Jesus claimed, and these are his personal 7 claims, and that all told in the book, in the Gospel of John. യോഹന്നാന്റെ സുവിശേഷത്തിലെ 7 അവകാശവാദം, അതിലൊരു അവകാശവാദമാണ്, ഒരു ക്ലെയിമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താണ് വായിച്ചത്? ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, വെളിച്ചമാണ്. I am the light of the world. Okay, ഇനി please read Matthew chapter 5 verse 14. മത്തായി 5:14 വായിച്ച്. You are the light of the world. വായിച്ചത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. read it in English in somebody with it. You are the light of the world. A city on the hill cannot be hidden. You are the light. കണ്ടോ, ഈ 2 വാക്യങ്ങളും നിങ്ങൾ നോക്കിയേ. കർത്താവ് പറഞ്ഞേക്കുന്നത്, സ്തോത്രം, നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് we are the lampstand and Jesus is the light. In John chapter 8 he told, I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായിയിൽ പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇവിടെ നമ്മളത് ചേർത്ത് പഠിക്കണം. കർത്താവിന്റെ അവകാശവാദം നമുക്ക് തരികയല്ല ചെയ്യുന്നത്. കർത്താവ് പറയുന്നതിന്റെ ആശയം മനസ്സിലാക്കണം. I am the light of the world and you are the light of the world, which means അതിനൊരു മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. sun and moon, സൂര്യനും ചന്ദ്രനും. ഓക്കെ, now all of you know, ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ ഒക്കെ ചോദിച്ചാൽ അറിയാം, ഈ ചന്ദ്രന് സ്വയമായിട്ട് പ്രകാശിപ്പാൻ കഴിവുണ്ടോ? ഇല്ല. Now the moon cannot give light by itself. It doesn't have that kind of capability. But how does the moon gives light? പകല് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുമ്പോൾ സൂര്യൻ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശത്തെ ചന്ദ്രൻ എന്ത് ചെയ്യാണ്? ആവാഹിച്ചെടുത്തിട്ട് സൂര്യന്റെ പ്രകാശം ആവാഹിച്ചെടുക്കുന്നതാണ് രാത്രി നല്ല പൂനിലാവായിട്ട് ചന്ദ്രൻ ഭൂമിക്ക് നൽകുന്നത്. Now tell me, who is the sun, who is the moon? Son is Jesus. Jesus is the Son. He is the Son of righteousness and we are in the possession of moon. നാം ചന്ദ്രന്റെ സ്ഥാനത്താണ്. നീതി സൂര്യനാകുന്ന കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നീതി സൂര്യനായ കർത്താവിന്റെ മുഖത്ത് നിന്ന് പ്രസരിക്കുന്ന പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശത്തെ ആവാഹിച്ചെടുത്ത് ഉൾക്കൊണ്ട് ഈ ലോകത്തിന് പ്രകാശം നൽകാനാണ് നമ്മോട് പറയുന്നത്. Amen. Praise the Lord. Amen. Amen. You are the lampstand. നിങ്ങൾ ഒരു നിലവിളക്കാണ്. ദൈവത്തിന്റെ സഭ നിലവിളക്കാണ്. നിലവിളക്കായി നമ്മെ ഭൂമിയിലെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഈ നിലവിളക്കിന്മേലെ പ്രകാശം പരത്തണം. പ്രകാശം കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. സമാഗമന കൂടാരത്തില് ഉള്ള വിളക്ക്, നിലവിളക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. എത്ര തണ്ടുകളുണ്ട്? 7. എത്ര വിളക്കുണ്ട്? 7. 7 വിളക്ക്. 7 വിളക്കിന് 7 തണ്ട്. ഇപ്പൊ സംഗതി ഒരു തണ്ടിന് 7 വിളക്കോ? ഒറ്റ വിളക്ക് എത്ര തണ്ടുണ്ട്? 7 തണ്ട്. അടിപ്പ് പണിയായിട്ട് പണിതിരിക്കുന്ന ഒറ്റ വിളക്ക്. ആ വിളക്കിന് 7 തണ്ടുകളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പുരോഹിതന്മാർക്ക് അതിന്റെ കൽപ്പനയുണ്ട്. അതിനകത്ത് കരിന്തിരി വരാൻ പാടില്ല. അത് കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ആൻഡ് pour oil in the right time. എണ്ണ ഒഴിക്കേണ്ട സമയത്തല്ല എണ്ണ ഒഴിക്കണം. സമാഗമന കൂടാരത്തിലെ നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ. Amen. So if you are the lampstand and if you and I are required to light, that means what is the light? What is the light? We are the lampstand and what is the light? Who is the light? Jesus is the light. So let Jesus shine in us. Let Jesus shine in us. യേശു നമ്മൾ പ്രകാശിപ്പാൻ അനുവാദം. ഒരിക്കലല്ല, രക്ഷിക്കപ്പെട്ട ദിവസം മാത്രമല്ല, കാത്തിരിപ്പിയോഗ ഉപവാസം നടക്കുമ്പോൾ മാത്രമല്ല, ഡിസംബർ 31 മാത്രമല്ല, every day
എവ്രി ഡേ ഹി ഹാസ് ടു ഷൈൻ. എല്ലാ ദിവസവും അവൻ നമ്മെ കത്തും. ഒരു നല്ലൊരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ ഒരു കോറസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, പിള്ളേർക്ക് അറിയാമെങ്കിൽ എൻ്റെ കൂടെ പാടണം. ഓക്കെ, ഷൈൻ ജീസസ് ഷൈൻ, Fill this land with the Father's glory. Blaze, Spirit, blaze. set our Hearts on fire. Slowly will flow. Flood the nations with grace and mercy. Send forth your word, Lord, and let there be light. Shine, Jesus, shine. Fill this land with the Father's glory. Blaze, Spirit, blaze. Set our hearts on fire. Forever flow. Flood the nations with grace and mercy. Send forth your word, Lord, and let there be light. നമ്മളോട് പറയാ പ്രകാശി. Amen. യേശുവിനോട് പറയാ, കർത്താവേ ഞങ്ങളിലൂടെ പ്രകാശിക്കണം. ഷൈൻ ജീസസ് ഷൈൻ, യേശുവേ പ്രകാശിക്ക. ആമേൻ. ആ പ്രകാശം നമ്മിലൂടെ പരക്കണം, നമ്മിലൂടെ അങ്ങനെ ലോകം ആ പ്രകാശം കാണുന്നത് എന്നിലും നിങ്ങൾ. Yes, hallelujah. നമ്മൾ വിളക്കല്ല, വിളക്ക് തണ്ടാണ്. Amen. ആ വിളക്കിന്മേൽ കത്തുന്ന വെളിച്ചം യേശുവാണ്. യേശുവാകുന്ന വെളിച്ചത്തെയാണ് ലോകം കാണുന്നത്. Yes. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അതിനുള്ള ബന്ധത്തില്ല. ഒരു വിളക്ക് തണ്ടില് നല്ല ഇരുട്ടുള്ളിടത്ത് ഇറ്റ്സ് ഫുൾ ഓഫ് ഡാർക്ക്നെസ്. അങ്ങനെയുള്ളിടത്ത് there is a lampstand and there is light on it. What is important? Whether the lampstand is important or the light is important. Light is Light important. Eh? Light is important. ഞാൻ മലയാളത്തിലോട് ഓക്കെ. വിളക്ക് തണ്ടുണ്ട്, അതിൽ പ്രകാശമുണ്ട്. നല്ല ഇരുട്ടാണ്. ഈ നല്ല ഇരുട്ടത്ത് ഈ വിളക്ക് തണ്ടിന്മേൽ പ്രകാശിക്കുന്ന പ്രകാശം കാണുമ്പോൾ വിളക്ക് തണ്ടിനെയാണോ ആളുകൾ പ്രശംസിക്കുന്നത്, അതോ വെളിച്ചത്തെയാണോ? Amen. Amen. Hallelujah. Yes. നമുക്കതാണ് ആവശ്യം. Yes. അതിനേക്കാൾ കൂടുതലൊന്നും നമുക്ക് Yes, വേണ്ട. hallelujah. Hallelujah. Thank you, Lord. നമുക്ക് ആർക്കും സ്ഥാനം വേണ്ട, Yes. നമുക്ക് മാനം വേണ്ട, നമുക്ക് പുകഴ്ച വേണ്ട, നമ്മെ ലോകം അറിയണ്ട, ആരും കാണണ്ട. നമ്മിലൂടെ യേശുവിനെ ലോകം Amen. കാണണം. Hallelujah. യേശു നമ്മിലൂടെ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. അതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഇന്നിവിടെ നിർത്തുക. കാരണം ഇപ്പോൾ 2-ാം അധ്യായത്തിൽ കയറിയാൽ പിന്നെ നമുക്ക് തൊടാൻ പറ്റില്ല. 5 മിനിറ്റൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനം വെച്ചാൽ അടുത്ത ആഴ്ച കയറും. സ്തോത്രം. 2-ാം അധ്യായത്തിൽ കയറിയാൽ നിങ്ങൾ അടുത്ത ഒരു 45 മിനിറ്റോട് ഇവിടെ ഇരുന്ന് വേണം. എന്നാലും എനിക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റും. അതുകൊണ്ട് അതിന്ന് വേണ്ട. നമുക്ക് നാളെ സഭായോഗമൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രധാനമായിട്ടും നമ്മളിന്ന് പഠിച്ചത് എന്താണ് പഠിച്ചത്? 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എന്താ പഠിച്ചത്? യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. കർത്താവ് എന്ത് ചെയ്തു? വലങ്കൈ അവന്റെ മേൽ വെച്ച് എന്താ പറഞ്ഞത്? Do not be afraid. Do not be afraid. So that is a message, a promise to us in each and every day of our life. As the Bible scholars say, it is told 365 times in the Bible. So every day you can claim that promise. Jesus says, Do not be afraid. He is there with you. And he says, he is the first and the last. He was dead, but now he is Alive. He is alive Amen. forever. And he has the keys of death and Grace. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് അവന്റെ കയ്യിൽ ഉണ്ട്. പിന്നെ ഇപ്പോൾ നീ കണ്ടത് എന്താ? നീ കണ്ടത് The glorified Christ. മഹത്വവാനായ ക്രിസ്തു. ഇപ്പോഴുള്ളത് എന്താ? ഇപ്പോഴുള്ളത് The 7 churches and the condition. churches. ഇനി വരാനുള്ളത് The future. 22. All that is yet to happen. അതാണ് 3 കാര്യങ്ങൾ. പിന്നെ 7 നക്ഷത്രം. എന്താണ് 7 നക്ഷത്രം? The angels. 7 angels. The messengers. Angels of the church. Amen. Let us say the pastors or the Messengers. bishops of the church. പിന്നെ
Seven lampstands. നിലവിളക്ക് എന്താ Seven churches. ലാംപ് സ്റ്റാൻഡ് ആണ്. 7 വിളക്കല്ല, ആ 7 നിലവിളക്ക് കാണിക്കുമ്പോൾ തന്നെ ലാംപ് സ്റ്റാൻഡ് എന്നാ പറയുന്നത്. ഓരോ ചർച്ചിലും ഓരോ ലാംപ് സ്റ്റാൻഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ചർച്ചും ലാംപ് സ്റ്റാൻഡ് ആണ്. നിലവിളക്കല്ല, വിളക്ക് തണ്ടാണ്. ആ വിളക്കിന്മേല് പ്രകാശിക്കേണ്ടത് യേശുവാണ്. യേശുവാകുന്ന പ്രകാശം ലോകത്തിന് നൽകേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വെച്ചാൽ അടുത്ത ആഴ്ച